എല്ലാവർക്കും PS റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആണ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ തുടങ്ങി, അതിനുശേഷം വന്ന ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ആയിക്കോട്ടെ, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്, അതിനുശേഷം വന്ന ചാർട്ടർ ആക്ടുകൾ, അതിനുശേഷം 1858 വരുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അതിനുശേഷം വരുന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ, 1909 വരെയുള്ള ഇന്ത്യൻ കൗൺസിൽ ആക്ടുകളെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ട് എന്ന് പറയുന്നത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919? ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 എന്താണ് പറയുന്നത്? On August 20, 1917, the British government declared for the first time that its objective was gradual introduction of responsible government in India. ഓക്കെ, എന്താ പറയുന്നത്? 1917 സമയമാകുമ്പോൾ ബ്രിട്ടീഷുകാർ പറയുകയാണ്, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പതിയെ ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുകയാണ്. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ടത് ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് മുൻപ് നമ്മൾ പഠിച്ചിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ തുടർന്ന് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അത് പ്രകാരം ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണമെല്ലാം ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ പ്രധാനമായിട്ടും ആ ഒരു ആക്ട് കൊണ്ടുവരുമ്പോൾ എന്താ പറഞ്ഞത്? ഒരു ഗുഡ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു ആക്ട് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, 1858 ആക്ടിൽ പ്രകാരം ഒരു ഗുഡ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്, ഒരു നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്നതിനായിട്ട്, ഒരു നല്ല ഭരണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ്, ഒരു ഉത്തരവാദിത്ത ഭരണം എന്ന് പറയുന്നത് ആ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു ആക്ടാണ് 1919 ആക്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, 1919 ആക്ട് കൊണ്ടുവരുന്നത് തന്നെ ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ആ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരുന്നതെന്ന് നോക്കിയാൽ പ്രധാനമായിട്ട് നമുക്ക് കാണാം. അതിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് എന്ന് പറയുന്നുണ്ട്. ആ കൗൺസിലായിക്കോട്ടെ, പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിക്കോട്ടെ തുടങ്ങിയിട്ടുള്ള കൗൺസിലുകളിലേക്ക് ഇന്ത്യക്കാരായിട്ടുള്ളവരെ നിയമിക്കുക, ഇന്ത്യക്കാരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുക. ഓക്കെ, തിരഞ്ഞെടുക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് പ്രായപൂർത്തി വോട്ടവകാശമൊന്നും അന്നില്ലായിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് പ്രധാനപ്പെട്ട ടാക്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു മാനദണ്ഡങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ചില വോട്ടേഴ്സിനെ നിശ്ചയിക്കുന്നുണ്ട്. ആ വോട്ടേഴ്സ് തിരഞ്ഞെടുത്തുകൊണ്ട്, ഇന്ത്യക്കാർ തന്നെ വോട്ടേഴ്സായിട്ടുള്ള അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൗൺസിലിലേക്കും അതുപോലെ തന്നെ അതുപോലെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തുടങ്ങിയിട്ടുള്ളവയിലേക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യക്കാരായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ വിടുന്നുണ്ട്. ആ കൗൺസിൽ റെപ്രസെൻറ്റേറ്റീവ്സ് തന്നെ പിന്നീട് മിനിസ്റ്റേഴ്സായിട്ട് വരുന്നുണ്ട്. ആ മിനിസ്റ്റേഴ്സ് ആരെ എയ്ഡ് ചെയ്യുന്നുണ്ട്? ഗവർണറിനെ എയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രൊവിൻസുകളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മിനിസ്റ്റേഴ്സ് ഗവർണേഴ്സിനെ എയ്ഡ് ചെയ്യുന്നുണ്ട്, അതായത് ഗവർണേഴ്സിനെ ഭരണകാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ ഇൻക്ലൂസീവ് ആക്കിക്കൊണ്ട് ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പ്രക്രിയയ്ക്ക് തുടക്കമിടുകയാണ്. പതിയെ ആ ഒരു ഇൻക്ലൂസീവ്നെസ്, ആ പ്രോസസ്സ് തുടങ്ങുന്നതിൻ്റെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ പറയുന്ന ആക്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് എന്താ പറയുന്നത്? ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 വാസ് thus enacted which came into force in 1921. Okay, this act also known as Montagu-Chelmsford reforms. Montagu was the Secretary of State for India and Lord Chelmsford was the Viceroy of India. അപ്പോൾ എന്താ പറയുന്നത്? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏകദേശം എനാക്ട് ചെയ്യുന്നത്, അത് നിലവിൽ വരുന്നത് 1921 നിലവിൽ വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആക്ടിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് Montagu-Chelmsford റിഫോംസ് എന്നറിയപ്പെടുന്നു. അല്ലേ, Montagu-Chelmsford റിഫോംസ് എന്നറിയപ്പെടുന്നു. Montagu എന്ന് പറയുന്നത് ആ സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആണ്. ഓക്കെ, ഇംഗ്ലണ്ടിലുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ, ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിൽ ഒരു അംഗമായിരിക്കും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു Montagu എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് അംഗമാണ്. അതുപോലെ തന്നെ ലോർഡ് ചെംസ്ഫോർഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയാൽ, അതിൽ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് റിലാക്സ്ഡ് ദ സെൻട്രൽ കൺട്രോൾ ഓവർ ദ പ്രൊവിൻസസ് ബൈ ഡിമാർക്കേറ്റിംഗ് ആൻഡ് സെപ്പറേറ്റിംഗ് ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ്. അല്ലേ, ഇത് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ആ ഒരു സെൻട്രലൈസേഷൻ പ്രോസസ്സിനെ വിപരീത ദിശയിൽ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പടി കൂടി കടന്നിട്ട് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെൻട്രൽ അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സുകളുണ്ട്. അല്ലെ, ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനായിട്ടുള്ള സബ്ജക്ട്സുകൾ. ഓക്കെ, നമ്മളിപ്പോൾ നിലവിൽ പറയുന്ന ലിസ്റ്റുകൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ യൂണിയൻ ലിസ്റ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയുള്ള പല സബ്ജക്ട്സുകളുണ്ട്. ആ സബ്ജക്ട്സിൽ
പ്രധാനമായിട്ട് സെൻട്രലും പ്രൊവിൻഷ്യലും പ്രത്യേകം സബ്ജക്ട്സ് ആക്കി തിരിച്ചു. ഓക്കെ, അതിന് പ്രധാനമായിട്ട് അതിൻ്റെ ആ ഒരു അതിർവരമ്പുകളൊക്കെ വെച്ചുകൊണ്ട് അതിൽ പ്രധാനമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. എന്തിനെ? സെൻട്രൽ സബ്ജക്ട്സിനെയും പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ളൊരു ഒരു ആക്ട് ആയിരുന്നു 1919 ആക്ട്. അതുപോലെ തന്നെ ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സ് വെർ ഓതറൈസ്ഡ് ടു മേക്ക് ലോസ് ഓൺ ദെയർ റെസ്പെക്റ്റീവ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് അല്ലേ, അതൊന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അതുപോലെ തന്നെ ഈ സെൻട്രലും പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? ഓതറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ പറയുന്ന സബ്ജക്ട്സിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള സബ്ജക്ട്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലോ, അതേപോലെ നിയമനിർമ്മാണം നടത്താനായിട്ടുള്ള ഓതറൈസേഷൻ ആർക്ക് കൊടുക്കുന്നുണ്ട്? അതുപോലെയുള്ള സെൻട്രലും പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള ലെജിസ്ലേച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹൗവർ ദ സ്ട്രക്ചർ ഓഫ് ദ ഗവൺമെൻറ് കണ്ടിന്യൂ ടു ബി സെൻട്രലൈസ്ഡ് ആൻഡ് യൂണിറ്ററി. അപ്പോൾ ഓക്കെ, പക്ഷേ എങ്കിൽ തന്നെയും ഈ പറയുന്ന പ്രൊവിൻസുകൾക്ക് അതിനുള്ള അധികാരം കൊടുക്കുന്നതിൽ തന്നെയും അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്കിൽ തന്നെയും ആ സെൻട്രലിന് ആ ഒരു ഗ്രിപ്പ് ഒരിക്കലും വിട്ടിട്ടില്ല. ഓക്കെ, അതിലൊരു സെൻട്രൽ പ്രോസസ്സ് അപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എപ്പോഴും സെൻട്രൽ തന്നെയായിരിക്കും തീരുമാനിക്കുക എന്ന് കൂടി ഓർത്തിരിക്കുക. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഒരിക്കലും അവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫീച്ചർ നോക്കിയാൽ ഇറ്റ് ഫർദർ ഡിവൈഡ് ദ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് ഇൻ ടു 2 parts, ട്രാൻസ്ഫേർഡ് ആൻഡ് റിസർവ്ഡ്. ഓക്കെ, ദ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് വെയർ ടു ബി അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ ഗവർണർ വിത്ത് ദ എയ്ഡ് ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ദ റിസർവ്ഡ് സബ്ജക്ട്സ് ഓൺ അതർ ഹാൻഡ് വെയർ ടു ബി അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ ഗവർണർ ആൻഡ് ഹിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ വിത്തൗട്ട് ബീയിങ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എന്താ പറയുന്നത്? ഇതിൽ പ്രധാനമായിട്ടും പ്രൊവിൻഷ്യൽ സബ്ജക്ട്സുകളെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ഓക്കെ, പ്രൊവിൻഷ്യൽ ഓക്കെ, നോട്ട് സെൻട്രൽ സബ്ജക്ട്സ് അല്ല, പ്രൊവിൻഷ്യൽ സബ്ജക്ട്സുകളെ 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്നും റിസർവ്ഡ് സബ്ജക്ട്സ് എന്നും. ഓക്കെ, ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ പ്രധാനമായിട്ടും ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് പറയുന്നുണ്ട്? നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. ആ മിനിസ്റ്റേഴ്സിന് തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ മിനിസ്റ്റേഴ്സ് പൊതുവെ ഇന്ത്യക്കാരായിരിക്കും. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യക്കാരിൽ നിന്നും ഇന്ത്യക്കാരായിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ട്. ആ മിനിസ്റ്റേഴ്സിൻ്റെ എയ്ഡോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവർണർ ഇതുപോലുള്ള നിയമനിർമ്മാണ പ്രക്രിയകളിലേക്ക് ഏർപ്പെടുന്നത്. ഓക്കെ, എങ്കിൽ ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ മാത്രമാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനും മിനിസ്റ്റേഴ്സിനും ഗവർണറുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ റിസർവ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സിലെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പൂർണ്ണമായിട്ടും എക്സിക്യൂട്ടീവിലാണ്. എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിക്ഷിപ്തമായിരിക്കും. ഓക്കെ, പക്ഷേ അതിന് ലെജിസ്ലേറ്റീവ് കൗൺസിൽസോ മറ്റ് മിനിസ്റ്റേഴ്സിനോ യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല എന്നുകൂടി പറയുന്നുണ്ട്. അടുത്തത് ദിസ് ഡ്യുവൽ സ്കീം ഓഫ് ഗവേണൻസ് വാസ് നൗൺ ആസ് ടിയാർക്കി, എ ടേം ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് diarche, which means double rule. Okay, however this experiment was largely unsuccessful. Okay, അതിലെന്താ പറയുന്നത്? ഈ പറയുന്ന ഒരു ഡബിൾ ഗവൺമെൻറ് സിസ്റ്റത്തിന്, ഈ ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നുമായിട്ടുള്ള സബ്ജക്ട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഡയാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡ്യുവൽ റൂൾ അല്ലെങ്കിൽ ഡബിൾ റൂൾ എന്ന പേരിലാണ് ഈ ഡയാർക്കി എന്ന സിസ്റ്റം പറയുന്നത്. ദ്വിഭരണം എന്നെല്ലാം മലയാളത്തിൽ പറയും. ദ്വിഭരണം എന്ന് പറയുന്നിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്ന ആക്റ്റാണ് 1919 ആക്ട് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പ്രൊവിൻസുകളിലാണ്. ഓക്കെ, ഈ പ്രൊവിൻസുകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തുന്ന സംവിധാനം ഏർപ്പെടുത്തിയ ആക്റ്റാണ് ഏത്? 1919 ആക്ട് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ദ്വിഭരണം എന്ന വാക്ക് ഗ്രീക്ക് വാക്കാണ്. ഓക്കെ, ഗ്രീക്കിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളൊരു വാക്കാണ് ദ്വിഭരണം. അത് ഡയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഈ ദ്വിഭരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ്, ഈ ദ്വിഭരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരീക്ഷണം വളരെയധികം അൺസക്സസ്ഫുൾ ആയിരുന്നു എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വളരെ പരാജയപ്പെട്ടൊരു ഭരണ പരിഷ്കരണമായിരുന്നു ഇതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈകാമറലിസം ആൻഡ് ഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ദ കൺട്രി. Thus, the Indian Legislative Council was replaced by a bicameral legislature consisting of Upper House Council of States and a Lower House Legislative Assembly. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? ഇതിൽ പ്രധാനമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണം ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലാണ് ബൈകാമറലിസം എന്ന് പറയുന്ന സംഭവം. സെൻട്രൽ പ്രൊവിൻസിൽ നമ്മൾ പറഞ്ഞു ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബൈകാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ദ്വിമണ്ഡല സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ദ്വിമണ്ഡല സംവിധാനം? നമുക്കറിയാം, നമ്മുടെ പാർലമെൻറ്റിൽ പ്രധാനമായിട്ടും ദ്വിമണ്ഡല സംവിധാനമാണ്. ഓക്കെ, നമുക്ക് ലോവർ ഹൗസ് ഉണ്ട്, അപ്പർ ഹൗസ് ഉണ്ട്. ഓക്കെ, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അത്തരം 2 സഭകളാക്കി തിരിക്കുന്നതിനെയാണ് നമ്മൾ ബൈകാമറലിസം എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അപ്പർ ഹൗസ് എന്ന് പറയുക കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും ലോവർ ഹൗസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും 2 സഭകളാക്കി തിരിച്ചുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബൈകാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഏത് ആക്ടിൽ കൂടിയാണ്? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ബൈകാമറലിസം. സെൻട്രലിൽ ബൈകാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവിൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബൈകാമറലിസം
ബൈക്യാമറലിസവും ഡയാർക്കിയും മാറിപ്പോകരുത്. ഡയാർക്കി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ദ്വിഭരണം എന്നുള്ളൊരു സംവിധാനമാണ്. എന്നാൽ ദ്വിമണ്ഡല സംവിധാനമാണ് ഏത് ബൈക്യാമറലിസം എന്ന് പറയുന്നത്. ഓക്കെ, ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദ ഹൗസസ് വെയർ ചൂസൺ ബൈ ഡയറക്റ്റ് ഇലക്ഷൻ. അതുപോലെ തന്നെ ഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഈ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സിനെയും ഈ പറയുന്ന സഭകളിലേക്കുള്ള മെജോറിറ്റി ഓഫ് മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് ഇലക്ഷനാണെന്ന് കൃത്യമായിട്ട് ഓർത്തിക്കുക. ഈ ഡയറക്റ്റ് ഇലക്ഷൻ നടത്തി ഈ ഡയറക്റ്റ് ഇലക്ഷൻ സംവിധാനം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഡയറക്റ്റ് ഇലക്ഷനിലുള്ള ആ ഇലക്ഷൻ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു അഡൽട്ട് ഫ്രാഞ്ചൈസ് ആയിരുന്നില്ല എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അഡൽട്ട് ഫ്രാഞ്ചൈസ് പറഞ്ഞാൽ പ്രായപൂർത്തി വോട്ടവകാശമല്ല അന്ന് നിലവിലുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ കൊണ്ടുവരുന്ന ചില മാനദണ്ഡങ്ങൾ, അതായത് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ടാക്സ് പേ ചെയ്യുന്ന ആ ഒരു എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടുള്ളവയിലേക്കാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വോട്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ വോട്ടേഴ്സ് അപ്പോൾ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ചില ആൾക്കാർക്ക് മാത്രമാണ് വോട്ടവകാശം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു വോട്ടവകാശത്തിന് മേലുള്ള ഒരു ഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് ഏത് ചെയ്യുന്നത്, ഈ പറയുന്ന കൗൺസിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കായിരിക്കും അതുപോലത്തെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുമുള്ള അംഗങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് റിക്വയർഡ് ദാറ്റ് ദ 3 of the 6 members of the Viceroy's Executive Council other than the Commander in Chief were to be Indian. ഓക്കെ, അതിലെന്താ പറയുന്നത്, പ്രധാനമായിട്ടും വൈസ്രോയിൻ്റെ എക്സിക്യൂട്ടീവ് 6 അംഗമുള്ള വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 3 അംഗങ്ങൾ ഇന്ത്യക്കാരായിരിക്കും. എന്നാൽ അതിൽ കമാൻഡർ ഇൻ ചീഫ് ഉൾപ്പെടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, 6 മെമ്പേഴ്സുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 3 മെമ്പേഴ്സ് ഇന്ത്യക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള വരുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ഒരിക്കലും ഇന്ത്യക്കാരനായിരിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ it extended the principle of communal representation by providing separate electorates of Sikhs, Indian Christians, ആംഗ്ലോ ഇന്ത്യൻസ് ആൻഡ് യൂറോപ്യൻസ്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് ഞാൻ കഴിഞ്ഞ ആ ഒരു 1919 ആദ്യമായിട്ട് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കമ്മ്യൂണൽ റെപ്രസെൻറ്റേറ്റീവ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ആർക്ക് മുസ്ലിംസിന് അനുവദിച്ചു കൊടുക്കുന്ന ഒരു ആക്ട് ആയിരുന്നു 1909 ആക്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. ആ ഒരു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, സിഖുകാർക്കായിട്ട്, അതുപോലെ ഇന്ത്യൻ ക്രിസ്ത്യൻസിന്, അതുപോലെ ആംഗ്ലോ ഇന്ത്യൻസിന്, അതുപോലെ യൂറോപ്യൻസിന് തുടങ്ങിയിട്ടുള്ളവർക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇലക്ടറേറ്റ് അനുവദിച്ചു കൊണ്ടിട്ടുള്ള ഒരു ആക്ടാണ്. അപ്പോൾ ഈ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ്റെ എക്സ്പാൻഷൻ നടക്കുന്നത് ഈ 1919 ആക്ടിലാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് ഗ്രാൻഡഡ് ഫ്രാഞ്ചൈസ് ടു ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് പ്രോപ്പർട്ടി, ടാക്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ഒരു അഡൽട്ട് ഫ്രാഞ്ചൈസ് ആയിരുന്നില്ല. ഒരു വോട്ടവകാശം എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു പ്രായപൂർത്തി വോട്ടവകാശമല്ല എന്ന് നിലവിലുണ്ടായിരുന്നത്. ഇലക്ഷന് പ്രധാനമായിട്ടും മാനദണ്ഡങ്ങളാക്കി വെച്ചിരുന്നത് പ്രോപ്പർട്ടി, അതുപോലെ സ്ഥലം എത്രത്തോളം പ്രോപ്പർട്ടി അവർ പേരിലുണ്ട്, അതുപോലെ തന്നെ ടാക്സ് അവർ എത്ര പേ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എത്രയുണ്ട് തുടങ്ങിയിട്ടുള്ളവയെല്ലാം മാനദണ്ഡമാക്കി വെച്ചുകൊണ്ടാണ് വോട്ടേഴ്സിനെ നിശ്ചയിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് ക്രിയേറ്റഡ് എ ന്യൂ ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ ഇൻ ലണ്ടൻ ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ഹിം സം ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് hitherto പെർഫോമൻഡ് ബൈ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അപ്പോൾ ഇതിലെന്താ പ്രധാനമായിട്ടും പറയുന്നത്, ഒരു പുതിയൊരു ന്യൂ ഓഫീസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ഓഫീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ പ്രകാരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസ് നമുക്കറിയാം ആ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ നിന്നുള്ള കുറേ അധികാരങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പോസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ലണ്ടനിൽ. ഓക്കെ, ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഹെൻസ് എ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1926 ഫോർ റിക്രൂട്ടിംഗ് സിവിൽ സർവൻസ്. ഓക്കെ, ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആക്ട് 1919 ആക്ടിൽ വരുമ്പോൾ ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കണമെന്ന് പറയുന്നുണ്ട്. അത് പ്രകാരം ഒരു കമ്മീഷനെ നിയമിക്കുന്നു. അതാണ് ലീ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മീഷൻ 1923-24 കാലഘട്ടങ്ങളിൽ നിയമിക്കുന്നുണ്ട്. ആ ലീ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ടാണ് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926 എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1926 അത് ലീ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മീഷൻ്റെ ഒരു റെക്കമെൻഡേഷൻ പ്രകാരമാണ് ആ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്, ഏത് ആക്ട് പ്രകാരമാണ് ആ കമ്മീഷനെ നിയമിക്കുന്നത്, 1919 ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ആ ലീ കമ്മീഷനെ നിയമിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് സെപ്പറേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം പ്രൊവിൻഷ്യൽ ബഡ്ജറ്റ്സ് ഫ്രം ദ സെൻട്രൽ ബഡ്ജറ്റ് ആൻഡ് ഓതറൈസ്ഡ് ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സ് ടു എനാക്ട് ദെയർ ബഡ്ജറ്റ്സ്. അടുത്തതായിട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട റിഫോംസ് ആണ്. അതിൽ പ്രൊവിൻഷ്യൽ ബഡ്ജറ്റിനെയും സെൻട്രൽ ബഡ്ജറ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അവർ വേർതിരിക്കുന്നുണ്ട്. പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സിന് അവരുടെ ബഡ്ജറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരാനുള്ള അധികാരം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആക്ട് പ്രകാരം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ
to inquire into and report on its working after 10 years of its coming into force. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണിത്. ഇത് പ്രകാരം എന്താ പറയുന്നത്, ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ നിയമിക്കണം. എപ്പോഴാണ് നിയമിക്കുന്നത്? ഒരു 10 വർഷങ്ങൾക്ക് ശേഷം, ഈ ആക്ട് നിലവിൽ വന്ന് 10 വർഷങ്ങൾക്ക് ശേഷം ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ നിയമിക്കണം. എന്തിനാണ് കമ്മീഷനെ നിയമിക്കുന്നത്? ഈ ആക്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ആക്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇത് സക്സസ്ഫുൾ ആണോ അല്ലയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ആക്ടിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലോസ് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അത് പ്രകാരമാണ് ഈ പറയുന്ന സൈമൺ കമ്മീഷനെ ആര് നിയമിക്കുന്നത്? ബ്രിട്ടീഷുകാർ നിയമിക്കുന്നത്. ഇനി സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കിയാൽ, ഇൻ നവംബർ 1927 itself, in 2 years before the schedule, the British government announced the appointment of the 7-member statutory commission under the chairmanship of Sir John Simon to report on the condition of India under its new constitution. ഓക്കെ, ഈ പറയുന്ന 1919 ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലുള്ള ഇന്ത്യയിലെ ആ ഒരു ഭരണവും മറ്റ് സംഭവങ്ങളെല്ലാം പഠിക്കുന്നതിനായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായിട്ട് 1927 ഒരു സൈമൺ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ജോൺ സൈമൺ എന്ന് പറഞ്ഞിട്ടുള്ള സൈമൻ്റെ അധ്യക്ഷതയിൽ ഒരു 7-member സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 2 വർഷം മുൻപ് തന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1929 അപ്പോയിൻറ്റ് ചെയ്യേണ്ട കമ്മീഷൻ 1927 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് പ്രകാരം ഈ all the members of the Simon Commission were British and hence all the parties boycotted the commission. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ കമ്മീഷനിലുള്ള അംഗങ്ങളെല്ലാവരും എന്താണ്, ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, ഇന്ത്യക്കാർക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള, ഇന്ത്യക്കാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയമത്തെക്കുറിച്ച് പഠിക്കാനായിട്ട്, ആ നിയമത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് പഠിക്കാനായിട്ട് എല്ലാവരും ബ്രിട്ടീഷുകാരാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യക്കാർക്കുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് കേൾക്കേണ്ടല്ല, ബ്രിട്ടീഷുകാർ അവർ തന്നെ തീരുമാനിക്കുകയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ, ഇന്ത്യക്കാരായിട്ടുള്ള ഒരു അംഗങ്ങൾ പോലും ആ സൈമൺ കമ്മീഷനിൽ അംഗമല്ലാത്തത് കൊണ്ട് തന്നെ, അവരും ആ കമ്മീഷനിൽ അംഗമല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ പാർട്ടികളും, പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ Commission submitted its report in 1930 and recommended the abolition of diarchy. Okay, അതുപോലെ തന്നെ the extension of responsible government in the provinces, establishment of a federation of British India and princely states, continuation of കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ആൻഡ് സോ ഓൺ. എന്തൊക്കെയാണ് പറയുന്നത്? പ്രധാനമായിട്ട് ഈ കമ്മീഷൻ 1930 ആകുമ്പോഴേക്കും അവർ റിപ്പോർട്ട് സമർപ്പിക്കും. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അബോളിഷൻ ഓഫ് ഡയാർക്കിയാണ്. നമ്മൾ പറഞ്ഞു റിസർവ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്, പ്രൊവിൻസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ റിസർവ്ഡും സബ്ജക്ട്സും ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്ന രീതിയിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞു. അതിന് ഡയാർക്കി എന്ന് പറയുന്നുള്ള, ദ്വിഭരണം എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം, അതിനെ അബോളിഷ് ചെയ്യാൻ പറയുന്നുണ്ട്, അതിനെ ഇല്ലാതാക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ദ പ്രൊവിൻസസ്, അപ്പോൾ പ്രൊവിൻസുകളുള്ള റെസ്പോൺസിബിൾ ഗവൺമെൻറ് അതുപോലെ തന്നെ തുടരുക. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഒരു ബ്രിട്ടീഷ് ഇന്ത്യ, ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ ഒരു ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂഷൻ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ആൻഡ് സോ ഓൺ, കമ്മ്യൂണൽ ഇലക്ടറേറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സൈമൺ കമ്മീഷൻ റെക്കമെൻഡേഷനിൽ വരുന്നുണ്ട്. അതിൽ തന്നെ കൺസിഡർ ദ പ്രപ്പോസൽ ഓഫ് ദ സൈമൺ കമ്മീഷൻ, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൺവീൻ ടു 3 round table conference of the representatives of the British government. ഓക്കെ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കമെൻഡേഷൻസ് പരിഗണിക്കുന്നതിനായിട്ട് ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെയും പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെയും പ്രധാനപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഗാന്ധിജി രണ്ടാം റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ അതിൽ പ്രധാനമായിട്ടും ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ഡിസ്കഷൻസ് ദ വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന പേരിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിഫോംസ് എല്ലാം തയ്യാറാക്കിക്കൊണ്ട് ആർക്ക് സമർപ്പിക്കുന്നു, ഒരു ജോയിൻറ്റ് സെലക്ട് കമ്മിറ്റി, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു ജോയിൻറ്റ് സെലക്ട് കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ അവരെ റെക്കമെൻഡേഷൻസ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദിസ് കമ്മിറ്റി വെയർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ നെക്സ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. അത് പിന്നീട് പ്രതിഫലിക്കുന്നത് എവിടെയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം പ്രതിഫലിച്ചു. ഓക്കെ, അടുത്തതായിട്ട് കമ്മ്യൂണൽ അവാർഡ്. എന്താണ് കമ്മ്യൂണൽ അവാർഡ്? In August 1932, Ramsay MacDonald, the British Prime Minister, announced a scheme of representation of the minorities which came to be known as Communal Award.
The award not only continued separate electorates for the Muslims, Sikhs, Indian Christians, Anglo-Indians and Europeans but also extended it to the depressed classes, scheduled castes. എന്താ പറയുന്നത്, 1932 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് ഒരു കമ്മ്യൂണൽ ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. അതായത് പ്രധാനമായിട്ടും നമുക്ക് നേരത്തെ അറിയാം ഈ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന് 1909 കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് മുസ്ലിം സമുദായത്തിന് മാത്രം സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അനുവദിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിന് പിന്നീട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയ്ക്ക് 1919 1919 ആ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ മറ്റ് സമുദായങ്ങൾ, അതായത് പ്രധാനമായിട്ടും സിഖ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസ്, അതുപോലെ യൂറോപ്യൻസിന് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകം ഇലക്ട്രേറ്റ് അനുവദിച്ചിട്ടുകൊണ്ടുള്ളൊരു ആ ഒരു എക്സ്റ്റൻഷൻ അവിടെ നടക്കുകയാണ്. അതിനുശേഷം ആ ഒരു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ്റെ എക്സ്റ്റൻഷൻ എന്ന നിലയ്ക്ക് വീണ്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ആ ഒരു കാസ്റ്റ് ബേസിലുള്ള ഒരു വിഭജനത്തിനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അഥവാ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ആ ഒരു പ്രത്യേക ഇലക്ട്രേറ്റ് അനുവദിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ശക്തമായിട്ട് ഗാന്ധിജി ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ നമുക്ക് അറിയാം ആ ഒരു കമ്മ്യൂണൽ അവാർഡ് റെപ്രസെൻറ്റേഷൻസ് ആ ഒരു മുസ്ലിം സമുദായത്തിന് കൊടുക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ സിഖ് മറ്റ് സമുദായങ്ങൾക്കെല്ലാം ആ ഒരു സാമുദായിക ധ്രുവീകരണം അവിടെ നടത്തുകയാണ്. ഓക്കെ, ആ ജനങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ആ ഒരു സാമുദായിക ആ ഒരു ധ്രുവീകരണം ഓൾറെഡി അടിസ്ഥാനത്തിൽ നടന്നു കഴിഞ്ഞു. എന്നാൽ പിന്നീട് ജാതി അടിസ്ഥാനത്തിൽ കൂടി ഹിന്ദു കമ്മ്യൂണിറ്റിയെ വിഘടിപ്പിക്കാനായിട്ടുള്ളൊരു തന്ത്രമായിട്ടാണ് ഇതിനെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളും കണ്ടത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഓക്കെ, ഗാന്ധിജി ഇതിനെ ശക്തമായിട്ട് എതിർത്തു. അദ്ദേഹം മരണം വരെ ആ ഒരു നിരാഹാര സമരം തുടരുകയും അതിനുശേഷം പിന്നീട് ആ പുന പാക്ട് എന്ന പേരിൽ യർവാദ ജയിലിൽ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു ചർച്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സമവായത്തിലെത്തുക. പുന പാക്ട് പ്രകാരം ആ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേക റിസർവ്ഡ് സീറ്റ്സുകൾ, അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റുകളിൽ നിന്ന് പ്രത്യേക കുറച്ച് സീറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഡിപ്രസ്ഡ് ക്ലാസ്സസ് ഷെഡ്യൂൾഡ് കാസ്റ്റസിന് എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നേരത്തെ അങ്ങനെയല്ല പ്രഖ്യാപിച്ചത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആയിരുന്നു. ഓക്കെ, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ആ വോട്ട് ചെയ്യാനായിട്ട് ആർക്ക് അവകാശമുള്ളൂ, ആ ഡിപ്രസ്ഡ് ക്ലാസ്സിലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഡിപ്രസ്ഡ് ക്ലാസ്സിൽ പെടുന്ന ഒരു വോട്ടർക്ക് മാത്രമേ അധികാരമുള്ളൂ. അതേപോലെ തന്നെയാണ് മറ്റ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻസിൽ വരുന്ന ആ സീറ്റുകളിലും മുസ്ലിം സമുദായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് മുസ്ലിം സമുദായ അംഗങ്ങളുടെ വോട്ട് മാത്രമാണ് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സമൂഹത്തിലൊരു ധ്രുവീകരണം നടത്തിക്കൊണ്ടുള്ള ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് സർക്കാർ അനുവർത്തിച്ച് വന്നിട്ടുള്ളൊരു നയമായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റും അതിനനുബന്ധമായിട്ടുള്ള ചില ഫാക്ട്സുകളും. ഓക്കെ, അതിൽ പ്രധാനമായിട്ടുള്ള ആ ഒരു ഫീച്ചേഴ്സ് അത് കൃത്യമായിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അതിൽ പ്രധാനമായിട്ടും വരുന്ന ചില ഫീച്ചേഴ്സ് ഒന്നുകൂടി പ്രത്യേകിച്ചും ഓർത്തിരിക്കണം. അതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക, റെസ്പോൺസിബിൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത് മൊണ്ടേക്കു ചെംസ്ഫോർഡ് റിഫോംസ് എന്നുകൂടി അറിയപ്പെടുന്നു എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ദ സെൻട്രൽ കൺട്രോൾ ഓവർ ദ പ്രൊവിൻസസ്, ആ ഒരു ഡീസെൻട്രലൈസേഷൻ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സബ്ജക്ട്സിനെ, അതായത് പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ സബ്ജക്ട്സിനെ പ്രത്യേകമായിട്ട് പ്രൊവിൻഷ്യലും സെൻട്രലുമായിട്ട് വേർതിരിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു നിയമം നിർമ്മാണം നടത്താൻ ആവശ്യമായിട്ടുള്ള സബ്ജക്ട്സിനെ വേർതിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് ട്രാൻസ്ഫേർഡും റിസർവ്ഡും എന്ന രീതിയിൽ ആ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ രണ്ടാക്കി തിരിക്കുന്നു. അതിൽ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിനും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സിനും ഗവർണറുടെ അധികാരത്തോടുകൂടി ഗവർണറിൻ്റെ അനുമതിയോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, നിയമനിർമ്മാണങ്ങൾ നടത്താം ആ സബ്ജക്ട്സിൽ. പക്ഷേ റിസർവ്ഡ് സബ്ജക്റ്റിൽ ഗവർണർ എക്സിക്യൂട്ടീവിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ളത്. ഓക്കെ, അതിനെ ഡയാർക്കി എന്ന പേരിലാണ് ഈ പറയുന്ന പ്രോസസ്സ് അറിയപ്പെടുന്നത്. ഡയാർക്കി എന്ന് പറഞ്ഞാൽ ദ്വിഭരണം. ഓക്കെ, ദ്വിഭരണം എന്ന പ്രോസസ്സ് കൊണ്ടുവരുന്നത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ പറയുന്ന ആ ഒരു കൗൺസിലിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ്വിമണ്ഡല സഭകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ രാജ്യസഭ, ലോക്സഭ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന, അതുപോലെ തന്നെ അന്ന് അപ്പർ ഹൗസ് അതുപോലെ തന്നെ ലോവർ ഹൗസ് എന്ന പേരിൽ 2 സഭകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അടുത്ത 4ാമത്തെ പോയിന്റിൽ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 6 മെമ്പേഴ്സിലെ 3 മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ഇന്ത്യക്കാരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ കമാൻഡർ ഇൻ ചീഫിൻ്റെ പോസ്റ്റ് ഒരിക്കലും ഇന്ത്യക്കാർക്ക് കൊടുക്കില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് extended the principle of communal representation by providing separate
ഇലക്ട്രേറ്റ് ഫോർ 6 ഇന്ത്യൻ ക്രിസ്ത്യൻസ് ആംഗ്ലോ ഇന്ത്യൻസ്. അപ്പോൾ എന്താ പറയുന്നത്, പ്രധാനമായിട്ട് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ അതിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ ഇലക്ട്രേറ്റ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ 1909 കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് പിന്നീട് മറ്റ് സമുദായങ്ങൾക്കായിട്ട്, അതായത് സിഖ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസ്, അതുപോലെ യൂറോപ്യൻസും തുടങ്ങിയിട്ടുള്ളവർക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്, അതായത് ഒരു അഡൽട്ട് ഫ്രാഞ്ചൈസ് ആയിരുന്നില്ല, പ്രത്യേകിച്ചിട്ടും ഈ പ്രോപ്പർട്ടി ടാക്സ്, എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ളവ അനുസരിച്ചിട്ടാണ് ഒരു വോട്ടറിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, ആ ഒരു ഇലക്ഷൻ പ്രോസസ്സ് തന്നെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലാണ്, ഒരു ഓപ്പൺ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. 1919 നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഓപ്പൺ ഇലക്ഷൻ അവിടെ നമ്മൾ ഇന്ത്യയിൽ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഹൈ കമ്മീഷണർ എന്നൊരു പോസ്റ്റ് കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഹൈ കമ്മീഷണർ വന്നിട്ടുള്ളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്ന 1926 സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നുണ്ട്. അതിന് കാരണമായിട്ടുള്ളൊരു കമ്മീഷനാണ് ലീ കമ്മീഷൻ. ആ ലീ കമ്മീഷനെ നിയമിക്കുന്നത് ഈ ആക്ട് പ്രകാരമാണ് ലീ കമ്മീഷനെ നിയമിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് സെപ്പറേറ്റഡ് ഫസ്റ്റ് ടൈം പ്രൊവിൻഷ്യൽ ബഡ്ജറ്റ്സും അതുപോലെ തന്നെ സെൻട്രൽ ബഡ്ജറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ, ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ, ഈ പറയുന്ന 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിയമവും അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കാനായിട്ട് ഓരോ 10 വർഷം, അടുത്ത ഒരു 10 വർഷം കൂടുമ്പോൾ ഒരു കമ്മീഷനെ നിയമിക്കണം എന്ന് പറയുന്നുണ്ട്. ആ കമ്മീഷൻ്റെ പ്രകാരം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമിച്ചുള്ളൊരു കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. അപ്പോൾ ആ സൈമൺ കമ്മീഷൻ 1927 നിയമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സർ ജോൺ സൈമൻ്റെ അധ്യക്ഷതയിൽ ആ ഒരു കമ്മീഷനിൽ 7 മെമ്പേഴ്സ് ആയിട്ടുള്ളൊരു കമ്മീഷനാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനാണ് ആ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് 1930 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു റിപ്പോർട്ടിൽ പറയുന്നൊരു ഭാഗമാണ് അബോളിഷൻ ഓഫ് ഡയാർക്കി. നമ്മൾ പറഞ്ഞു പ്രൊവിൻഷ്യൽ ഡയാർക്കി, ദ്വിഭരണം എന്നുള്ളൊരു സംവിധാനം കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞു. പക്ഷേ അതിനെ അബോളിഷ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്, സൈമൺ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ദ പ്രൊവിൻസിൽ കൂടി റെസ്പോൺസിബിൾ ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂഷൻ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റിന് വീണ്ടും തുടരാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സൈമൺ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു റെക്കമെൻഡേഷൻസ് എല്ലാം ചർച്ച ചെയ്യാനായിട്ടാണ് ഈ പ്രധാനമായിട്ടും റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ ചെയ്യുന്നുണ്ട്. വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറയുന്നില്ലേ, ആ റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റിപ്പോർട്ടിന് പറയുന്ന പേര് വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജോയിൻറ്റ് സെലക്ട് കമ്മിറ്റിക്ക്, ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സെലക്ട് കമ്മിറ്റിക്ക് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ശേഷം സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമാകുന്നത് ഇതിലെ പല റെക്കമെൻഡേഷൻസും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ചേർക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഓക്കെ, അതിൽ പറയുന്നത് എന്താണ്, ദ ആക്ട് മാർക്ക്ഡ് ദ സെക്കൻഡ് മൈൽ സ്റ്റോൺ ടുവേർഡ്സ് എ കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഇറ്റ് വാസ് എ ലെങ്തി ആൻഡ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് ഹാവിംഗ് 321 സെക്ഷൻസ് ആൻഡ് 10 സ്കെഡ്യൂൾസ്. ഓക്കെ, അതിലൊരു വലിയൊരു ലെങ്തി ആയിട്ടുള്ളൊരു ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതുപോലെ തന്നെ അതിൽ 321 സെക്ഷൻസും അതുപോലെ തന്നെ 10 സ്കെഡ്യൂൾസും ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ആക്ടാണ്. 1919 ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആക്ടാണ് വരുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ്. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിയാൽ അതിൽ ആദ്യത്തേത് ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ആൻ ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് പ്രൊവിൻസസ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആസ് യൂണിറ്റ്സ്. എന്താ പറയുന്നത്, പ്രിൻസ്ലി സ്റ്റേറ്റ്സും അതുപോലെ തന്നെ പ്രൊവിൻസിനെയും എല്ലാം ചേർത്തിട്ട് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ടാണ്. ആ ഒരു ഫെഡറേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയുന്ന ആക്ടാണ് 1935. ഓക്കെ, ദ ആക്ട് ഡിവൈഡഡ് the powers between the center and units in terms of 3 lists ആസ് ഫെഡറൽ ലിസ്റ്റ്, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. ഓക്കെ, ഈ 3 ലിസ്റ്റായിട്ട് ഈ ആക്ട് എന്ത് പറയുന്നുണ്ട്, 3 ലിസ്റ്റായിട്ട് ആ ഒരു പവേഴ്സ് വിഭജിച്ച് കൊടുക്കണം. അതിൽ സെൻട്രൽ ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുന്നിട്ടുള്ള സെൻട്രലിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഫെഡറൽ ലിസ്റ്റ്. ഓക്കെ, അതിൽ പറയുന്നത് 59 ഐറ്റംസ് ഉണ്ടാവും ഫെഡറൽ ലിസ്റ്റിൽ. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, പ്രൊവിൻസുകൾക്കായിട്ട് പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ഉണ്ട്, അതിൽ 54 ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രലിന് നിയമനിർമ്മാണം നടത്താൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റേറ്റിന് നിയമനിർമ്മാണം നടത്താൻ പറ്റുന്ന ലിസ്റ്റ് ആ ഒരു ഐറ്റംസ് ആണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഈ 3 ലിസ്റ്റുകളായിട്ട്, അതായത് ഫെഡറൽ ലിസ്റ്റ്, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെയുള്ള 3 ലിസ്റ്റായിട്ട് പവേഴ്സ് വിഭജിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ദ റെസിഡ്വറി പവേഴ്സ് വെയർ ഗിവൻ ടു ദ വൈസ്രോയി. അതുപോലെ തന്നെ അവശിഷ്ടപരമായിട്ടുള്ള, അതായത് അവശിഷ്ട അധികാരങ്ങൾ എന്നറിയപ്പെടുന്ന റെസിഡ്വറി പവർ
ഈ ലിസ്റ്റുകളിലൊന്നും പെടാത്ത അധികാരമെല്ലാം ആരിൽ നിക്ഷിപ്തമായിരിക്കും? വൈസ്രോയിൽ നിക്ഷിപ്തമായിരിക്കും. ഓക്കെ. ഹൗവർ ദ ഫെഡറേഷൻ നെവർ കെയിം ഇൻ ടു ബീയിങ് ആസ് എ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഡിഡ് നോട്ട് ജോയിൻ ഇറ്റ്. എന്നിരുന്നാൽ തന്നെയും എന്താണ് പറയുന്നത്? ഈ ഫെഡറേഷൻ എന്നുള്ളൊരു സംവിധാനം ഒരിക്കലും നിലവിൽ വന്നില്ല. എന്ത് കാരണം? ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഫെഡറേഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഫെഡറേഷൻ ഒരു കാലത്തും നിലവിൽ വന്നിരുന്നില്ല എന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ. ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ രൂപീകരിക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ടാണ് ഏത് പറയുന്നത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് അബോളിഷ്ഡ് ഡയാർക്കി ഇൻ ദ പ്രൊവിൻസസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഇൻ ഇറ്റ്സ് പ്ലേറ്റ്സ്. എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു 1919 ആക്റ്റിൽ പറയുന്ന ആ ഒരു ഡയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവിൻസിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? റിസർവ്ഡ് സബ്ജക്ട്സ് അതുപോലെ തന്നെ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്നിങ്ങനെയുള്ള സബ്ജക്ട്സ് ആക്കിയിട്ട് ആ ഒരു നിയമനിർമ്മാണ സബ്ജക്ട്സുകളിനെല്ലാം വേർതിരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം ഡയാർക്കി സംവിധാനം പരാജയമായിരുന്നു. അതുപോലെ തന്നെ സേമൺ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡയാർക്കി പ്രൊവിൻസിലുള്ള ഡയാർക്കി അബോളിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ പ്രൊവിൻസസ് വെർ allowed to act as an autonomous units of administration in their defined spheres. ഓക്കെ. അവർക്ക് തന്നിട്ടുള്ള അധികാര പരിധിയിൽ നിന്നിട്ടുണ്ട് ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സ്വയംഭരണ അധികാരമുള്ള ഒരു സംവിധാനമായിട്ട് പ്രൊവിൻസുകളെ മാറ്റി. അതുപോലെ തന്നെ ആക്ട് ഇൻട്രൊഡ്യൂസ് റെസ്പോൺസിബിൾ ഗവൺമെൻറ്റ്സ് ഇൻ പ്രൊവിൻസസ്. ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ്റ്സ് പ്രൊവിൻസിൽ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ദിസ് ഈസ് ദ ഗവർണർ വാസ് റിക്വയർഡ് the governor was required to act with the advice of ministers responsible to the provincial legislature. ഓക്കെ. അതിൽ തന്നെ പറയുന്നുണ്ട് ഗവർണർ എന്ത് ചെയ്യണം? ആ ഒരു മിനിസ്റ്റേഴ്സിൻ്റെ മിനിസ്ട്രിയുടെ അഡ്വൈസോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യണം? ഗവർണർ പ്രവർത്തിക്കുന്നത് കൂടി പറയുന്നുണ്ട്. പക്ഷേ അത് 1937 നിലയിൽ വന്നെങ്കിലും പിന്നീട് 1939 ഈ സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ അഡോപ്ഷൻ ഓഫ് ഡയാർക്കി അറ്റ് ദ സെൻറ്റർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊവിൻസുകളിലെ ഡയാർക്കി സംവിധാനം കൊണ്ടുവന്നത് ഏത് ആക്ട് പ്രകാരമാണ്? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നെങ്കിൽ അതിൽ അതിനെ അബോളിഷ് ചെയ്തുകൊണ്ട് സെൻട്രലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡയാർക്കി സംവിധാനം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. ഒരു ദ്വിഭരണ സംവിധാനം കൊണ്ടുവരുന്നുണ്ട്. ആ ആക്ടാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അത് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഫെഡറൽ സബ്ജക്ട്സിനെ ഫെഡറൽ സബ്ജക്ട്സ് വെർ ഡിവൈഡഡ് ഇൻ ടു റിസർവ്ഡ് സബ്ജക്ട്സ് ആൻഡ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്. ഓക്കെ. ഫെഡറൽ സബ്ജക്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? റിസർവ്ഡ് സബ്ജക്ട്സും അതുപോലെ തന്നെ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഹൗവർ ദിസ് പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ഡിഡ് നോട്ട് കെയിം ഇൻ ടു ഓപ്പറേഷൻ അറ്റ് ആൾ. പക്ഷേ എങ്കിൽ തന്നെയും ഈ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്യുന്നില്ല? ഓപ്പറേഷനിലായില്ല എന്നുള്ളതാണ്. നാലാമത് ഫീച്ചർ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈക്യാമറലിസം ഇൻ 6 out of 11 provinces. Thus, the legislature of Bengal, Bombay, Madras, Bihar, Assam and the United Provinces were made bicameral, consisting of a legislative council, upper house, and a legislative assembly, lower house. ഓക്കെ. എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ബൈക്യാമറൽ സിസ്റ്റം കൊണ്ടുവന്നിട്ട്. ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ ഒരു ദ്വിമണ്ഡല സഭ, അതായത് അപ്പർ ഹൗസ് ഉണ്ടാവും, ലോവർ ഹൗസ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ നിലവിലുള്ള ഇന്ത്യയിൽ ബൈക്യാമറലിസമാണ്. എങ്ങനെയാണ്? രാജ്യസഭയുണ്ട്, ലോകസഭയുണ്ട്. അതുപോലെ തന്നെ ആ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ബൈക്യാമറലിസം കൊണ്ടുവരുന്നുണ്ട്. അതിൽ മണ്ഡലം കൊണ്ടുവരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്പർ ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലോവർ ഹൗസ് ഉണ്ട്. നമ്മളുടെ ഇപ്പോഴുള്ള ഒരുപാട് സ്റ്റേറ്റുകൾ എന്തുണ്ട്? ആ ഒരു ബൈക്യാമറലിസം തന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് അല്ലേ? എത്ര സ്റ്റേറ്റുകളാണ് ഫോളോ ചെയ്യുന്നത്? അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ. അതിൽ പ്രധാനമായിട്ടുള്ള സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? UP ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം അതായത് അവിടെയെല്ലാം എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അതിൽ ഈ പറയുന്ന ആ ഒരു ബൈക്യാമറലിസം നിലവിലുള്ള പ്രൊവിൻസുകളിൽ ഏകദേശം 6 പ്രൊവിൻസിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രൊവിൻസുകൾ? ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, അസം ആൻഡ് യുണൈറ്റഡ് പ്രൊവിൻസസ്. ഇവ ഈ പ്രൊവിൻസുകളിലെല്ലാം എന്തുണ്ട്? ബൈക്യാമറലിസം കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ സെൻട്രലിൽ ഉണ്ടായിരുന്ന സംഭവം ഇപ്പം നേരെ പ്രൊവിൻസിലേക്ക് മാറ്റി. ഓക്കെ. ബൈക്യാമറലിസം എന്ന് പറഞ്ഞ സംഭവം സെൻട്രലായിരുന്നു നേരത്തെ 1919 ഒരു ആക്ടിലൂടെ കൊണ്ടുവന്നതെങ്കിൽ പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രൊവിൻസിലേക്ക് കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് ഹൗ ആർ ദ മെനി റെസ്ട്രിക്ഷൻസ് വെയർ പ്ലേസ്ഡ് ഓൺ ദം. ഓക്കെ. ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതിലുണ്ടെങ്കിൽ തന്നെയും ആ ഒരു സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റുകളിൽ കൊണ്ടുവരുന്നത്, പ്രൊവിൻസുകളിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഫർദർ എക്സ്റ്റെൻഡഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ബൈ പ്രൊവൈഡിങ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസസ്
സ്കെഡ്യൂൾഡ് കാസ്റ്റ്സ് ആൻഡ് വുമൺ ആൻഡ് ലേബർ വർക്കേഴ്സ് എന്താ പറയുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു, ഒരു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ആ കമ്മ്യൂണൽ അവാർഡൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ അതിനെതിരെ ഗാന്ധിജിയെല്ലാം സമരങ്ങൾ ഒരു നിരാഹാര സമരം ഇരുന്ന് പിന്നീട് അതെന്തായിരുന്നു റിസർവ് ഹിന്ദുസിന് കൊടുത്തിട്ടുള്ള ആ സീറ്റുകളിൽ നിന്ന് റിസർവ്ഡ് ആയിട്ട് ആർക്ക് കൊടുക്കാം, സീറ്റ് റിസർവേഷൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റി. ആ സീറ്റ് റിസർവേഷൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു റെപ്രസെൻറ്റേഷൻ പിന്നീട് ഏതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു സ്കെഡ്യൂൾഡ് കാസ്റ്റസിന് കൊടുക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും അതുപോലെ തൊഴിലാളികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഒരു സീറ്റ് റെപ്രസെൻറ്റേഷൻ ആയിട്ട് ആ ഒരു റിസർവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് അബോളിഷ്ഡ് ദ കൗൺസിൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1958. ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ വാസ് പ്രൊവൈഡഡ് വിത്ത് എ ടീം ഓഫ് അഡ്വൈസേഴ്സ്. എന്താ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നുണ്ട്. 15 മെമ്പർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്ത് ചെയ്യുന്നുണ്ട് 1858 ഒരു അതായത് നമ്മളുടെ ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 15 മെമ്പേഴ്സ് കൗൺസിൽ രൂപീകരിക്കുന്നുണ്ട്. ആ കൗൺസിലിനെ എന്ത് ചെയ്യുന്നുണ്ട്, അബോളിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് അബോളിഷ് ചെയ്യുന്ന ആക്ടാണ് 1935 ആക്ട്. അതുപോലെ അടുത്തതായിട്ട് ഇറ്റ് എക്സ്റ്റെൻഡഡ് ഫ്രാഞ്ചൈസ് അബൌട്ട് 10% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഗോട്ട് വോട്ടിംഗ് റൈറ്റ്. എന്താ പറയുന്നത്, ആ വോട്ടിംഗ് റേറ്റ് നേരത്തെ പറഞ്ഞ ആ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമുള്ള ഒരു വോട്ടിംഗ് റേറ്റ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് പേരിലേക്ക് കൂടി എത്തുന്നുണ്ട് ആ വോട്ടിംഗ് റേറ്റ്. ഓക്കെ, അതായത് വോട്ടവകാശം എന്ന് പറയുന്ന ഒരു സംവിധാനം അത് 10% ഏകദേശം ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു 10% ആൾക്കാർക്ക് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 10% ആൾക്കാർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ ദ കറൻസി ആൻഡ് ക്രെഡിറ്റ് ഓഫ് ദ കൺട്രി. എന്താ പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ആക്ടിലൂടെയാണ്, 1935 ആക്ടിലൂടെയാണ്. ഓക്കെ, പ്രധാനമായിട്ടും ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തിനാണ് നിലവിൽ വരുന്നത്, കറൻസിയും അതുപോലെ തന്നെ കറൻസി ഫ്ലോയും അതുപോലെ തന്നെ ക്രെഡിറ്റ് ഓഫ് ദ കൺട്രി, അതായത് ആ ഒരു മറ്റ് ബാങ്കുകൾ കൊടുക്കുന്ന വായ്പകൾ, മറ്റ് ക്രെഡിറ്റ് എല്ലാ കാര്യങ്ങളെയും സംവിധാനങ്ങളെയും എല്ലാം ആ ഒരു സാമ്പത്തികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനായിട്ടുള്ള സംവിധാനം കൊണ്ടുവരുന്നത്, ഏകീകരിക്കുന്ന ഒരു സംവിധാനമാണ് എന്തിലൂടെ കൊണ്ടുവരുന്നത്, റിസർവ് ബാങ്കിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലൂടെ കൊണ്ടുവരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നോട്ട് ഓൺലി എ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ബട്ട് ആൾസോ എ പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ 2 or more പ്രൊവിൻസസ്. എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞു നമ്മൾ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നു എന്ന് പറഞ്ഞു, പക്ഷേ അതിനുശേഷം പിന്നീട് പ്രൊവിൻസിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻസിന് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസും വരുന്നുണ്ട്. ഓക്കെ, ജോയിൻറ്റ് പബ്ലിക് സർവീസ് ഒന്നോ അതിലധികമോ പ്രൊവിൻസുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സർവീസ് കമ്മീഷനാണ്, ഒരു പബ്ലിക് സർവീസ് കമ്മീഷനാണ് ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കൊണ്ടുവരുന്നത് ഈ ആക്ടിലൂടെയാണ്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫെഡറൽ കോർട്ട് വിച്ച് വാസ് സെറ്റപ്പ് ഇൻ 1937. ഓക്കെ, ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫെഡറൽ കോർട്ട്. ഈ ഫെഡറൽ കോർട്ടാണ് പിന്നീട് സുപ്രീം കോർട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഒരു ഫെഡറൽ കോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. അത് 1937 ഒരു ഫെഡറൽ കോർട്ട് സ്ഥാപിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 1935 ആക്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കിയാൽ അതിൽ ഏറ്റവും 321 സെക്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 10 ഷെഡ്യൂൾസ് ഉള്ള ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ഒരു ആക്ടാണ് 1935 ആക്ട് എന്ന് ഓർത്തിരിക്കുക. അതിൽ പ്രധാനമായിട്ടും വരുന്നത് അതിൽ ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് ആ ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷനിലേക്ക് പ്രൊവിൻസസുകൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ജോയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് നിലവിൽ വന്നില്ല എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വിഭജിക്കുന്നുണ്ട്. അതുപ്രകാരം ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ലിസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് അബോളിഷ് ഡയാർക്കി അബോളിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1919 കൊണ്ടുവന്നിട്ടുള്ള ഡയാർക്കി സംവിധാനം, പ്രൊവിൻസിൽ കൊണ്ടുവന്നിട്ടുള്ള ഡയാർക്കി സംവിധാനം പിന്നീട് സൈമൺ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു ഫ്ലോപ്പാണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡയാർക്കി സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവിൻസിൽ നിന്നും അബോളിഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഡയാർക്കി സംവിധാനം എവിടെ കൊണ്ടുവരുന്നുണ്ട്, സെൻട്രലിൽ കൊണ്ടുവരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആ ഒരു ഡയാർക്കി എന്നുള്ള ദ്വിഭരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രലിൽ കൊണ്ടുവരുന്നുണ്ടെന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈക്യാമറലിസം ഇൻ 6 out of 11 പ്രൊവിൻസസ്. 11 പ്രൊവിൻസിലെ 6 പ്രൊവിൻസുകളും എന്തിനാ ബൈക്യാമറലിസം നമ്മൾ പറഞ്ഞു, ദ്വിമണ്ഡലം, അതായത് അപ്പർ ഹൗസ്, ലോവർ ഹൗസ് തുടങ്ങിയിട്ടുള്ള, അതായത് ഇന്നത്തെ രാജ്യസഭ, ലോക്സഭ തുടങ്ങിയിട്ടുള്ള പോലുള്ള ആ ഒരു അപ്പർ ഹൗസ്, ലോവർ ഹൗസ് എന്നിട്ടുള്ളൊരു ആ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പ്രൊവിൻസുകളിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ബൈക്യാമറലിസം എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള പ്രൊവിൻസുകൾ ഏതൊക്കെയാണ്, ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, അസം, യുണൈറ്റഡ് പ്രൊവിൻസ്. ഓക്കെ, ഇക്കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇറ്റ് ഫർദർ എക്സ്റ്റെൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിക്കോട്ടെ, വുമൻസിനായിക്കോട്ടെ, മറ്റ് തൊഴിലാളികൾക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു റെപ്രസെൻറ്റേഷൻ, ആ റിസർവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് അബോളിഷ്ഡ് ദ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം 1858 കൊണ്ടുവന്നിട്ടുള്ള ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ സഹായിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്, അബോളിഷ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ 10% പോപ്പുലേഷന് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടത്തക്ക രീതിയിൽ ആ ഒരു ഫ്രാഞ്ചൈസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് 1935 ആക്ടിലൂടെ. ഓക്കെ, അതുപോലെ തന്നെ പബ്ലിക് സർവീസ്, നേരത്തെ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷന് പുറമെ മറ്റൊരു പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷനും കൂടി ചെയ്യുന്നുണ്ട്. അതുപോലെ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം, അതുപോലെ തന്നെ ഫെഡറൽ കോർട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംവിധാനമാണ് ഫെഡറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫെഡറൽ കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫെഡറൽ കോർട്ട് എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നുണ്ട്. ഈ ഫെഡറൽ കോർട്ടാണ് പിന്നീട് സുപ്രീം കോർട്ടായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. ഓൺ February 20, 1947, the British Prime Minister Clement Attlee declared that the British rule in India would end by June 30, 1948. ഓക്കെ, ആ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ക്ലെമന്റ് ആറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, 1947 ഫെബ്രുവരി 20 പ്രഖ്യാപിക്കുന്നു ജൂൺ 30, 1948 എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ആഫ്റ്റർ വിച്ച് ദ പവർ വുഡ് ബി ട്രാൻസ്ഫേർഡ് ടു റെസ്പോൺസിബിൾ ഇന്ത്യൻ ഹാൻഡ്സ്. ഓക്കെ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യൻ കരങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ട്രാൻസ്ഫർ പവർ കൊടുക്കും, അതായത് അധികാരം കൈമാറുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദിസ് അനൗൺസ്മെൻറ്റ് വാസ് ഫോളോഡ് ബൈ ദ അഗിറ്റേഷൻ ബൈ ദ മുസ്ലിം ലീഗ് ഡിമാൻഡിങ് പാർട്ടീഷൻ ഓഫ് ദ കൺട്രി. ഓക്കെ, മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് ഒരു പ്രക്ഷോഭമെല്ലാം തുടങ്ങുന്നുണ്ട്. ഓക്കെ, എഗെയിൻ ഓൺ June 30, Again on June 3, 1947, the British government made it clear that any constitution framed by the Constituent Assembly of India cannot apply those parts of the country which were unwilling to accept it. മറ്റൊരു പ്രഖ്യാപനം, പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്തായിരുന്നു, ജൂൺ 3, 1947 ജൂൺ 3 പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് അത് പ്രകാരം എന്ത് ചെയ്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫ്രെയിം ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫ്രെയിം ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ രാജ്യത്തിൽ ആരാണോ ആ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗമുണ്ടെങ്കിൽ ആ ഭാഗത്ത് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നുകൂടി എന്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന ഒരു പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അതായത് പ്രധാനമായിട്ടും ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളെ സംരക്ഷിക്കാനെന്ന രീതിയിലാണ് ഇവർ ഈ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ നാട്ടുരാജ്യങ്ങളിൽ അവർ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് നിർബന്ധപൂർവ്വം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഓക്കെ, ഓൺ ദ സെയിം ഡേ June 3, 1947, ലോർഡ് മൗണ്ട് ബാറ്റൻ, ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ, പുട്ട് ഫോർ ദ പാർട്ടീഷൻ പ്ലാൻ. ഓക്കെ, അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന പേരിൽ ഇതേ ദിവസം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മൗണ്ട് ബാറ്റൻ ഒരു പാർട്ടീഷൻ പ്ലാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിയാൽ അതിൽ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ഇറ്റ് എൻഡഡ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആൻഡ് ഡിക്ലയർഡ് ഇന്ത്യ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സൊവറിൻ സ്റ്റേറ്റ് ഫ്രം August 15, 1947. 1947 ഓഗസ്റ്റ് 15 മുതൽ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ അവസാനിച്ചു എന്ന് ഈ പറയുന്ന ആക്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രവും അതുപോലെ തന്നെ പരമാധികാരവും ഉള്ള ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഇന്ത്യ മാറുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ക്രിയേഷൻ ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് ഡൊമിനിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വിത്ത് ദ റൈറ്റ് ടു സെസീഡ് ഫ്രം ദ ബ്രിട്ടീഷ് കോമൺവെൽത്ത്. എന്താ പറയുന്നത്, ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകാൻ അധികാരത്തോടു കൂടിയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന 2 ഡൊമിനിയൻസിനെ, 2 രാജ്യങ്ങളെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് അടുത്തായിട്ട് ഇറ്റ് അബോളിഷ് ദ ഓഫീസ് ഓഫ് വൈസ്രോയ് ആൻഡ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് ഡൊമിനിയൻ എ ഗവർണർ ജനറൽ who was to be appointed by the British King on the advice of the Dominion Cabinet. His Majesty's government in Britain was to have no responsibility with respect to the government of India or Pakistan. എന്താ പറയുന്നത്, അത് വൈസ്രോയിൻ്റെ ഓഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, അബോളിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഡൊമിനിയനിൽ ഏറ്റവും വൈസ്രോയ്ക്ക് പകരമായിട്ട് ഒരു ഗവർണർ ജനറലിനെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്, ബ്രിട്ടീഷ് കിങ് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ആരുടെ അഡ്വൈസ് പ്രകാരമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഡൊമിനിയൻ ഓഫ് ദ ക്യാബിനറ്റ്. ആ ഇന്ത്യയിലെയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും ക്യാബിനറ്റുകൾ, താൽക്കാലിക ക്യാബിനറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ രൂപീകരിക്കുന്നുണ്ട്. ആ ക്യാബിനറ്റ് അഥവാ ആ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് ആരിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ആ പറയുന്ന ഗവർണർ ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ബ്രിട്ടീഷ് കിങ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജാവിനോ അതുപോലെ ഗവൺമെൻറ്റിനോ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല, ഒരു ഉത്തരവാദിത്വവും ഇനി ആർക്കുമേലില്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്, ഇന്ത്യൻ ഗവൺമെൻറ്റിനോ അതുപോലെ തന്നെ പാകിസ്ഥാനോ മേലില്ല എന്ന കാര്യം കൃത്യമായിട്ട് അതിൽ നിയമത്തിൽ പറയുന്നു. ഓക്കെ,
അടുത്തതായിട്ട് ഇറ്റ് എംപവേർഡ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ദ ടു ഡൊമിനിയൻസ് ടു ഫ്രെയിം ആൻഡ് അഡോപ്റ്റ് എനി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ റെസ്പെക്റ്റീവ് നാഷൻസ് ആൻഡ് ടു റിപ്പീൽ എനി ആക്ട് ഓഫ് ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇൻക്ലൂഡിംഗ് ദ ഇൻഡിപെൻഡൻസ് ആക്ട് ഇറ്റ്സെൽഫ്. ഇത് പ്രകാരം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസിന്, അതായത് രണ്ട് ഡൊമിനിയൻസിലുമുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസിന് എന്ത് അധികാരം കൊടുത്തു? അവർക്കിഷ്ടമുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാം? അഡോപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ ഏത് നിയമത്തിനെയും ഇല്ലായ്മ ചെയ്യാൻ, റിപ്പീൽ ചെയ്യാൻ, എടുത്തു കളയാനുമുള്ള അധികാരം മാർക്ക് കൊടുത്തു? ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസിന് കൊടുത്തു. ഓക്കെ, അത് ഇൻഡിപെൻഡൻസ് ആക്ട് ആയാൽ പോലും. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് എംപവേർഡ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് ഓഫ് ബോത്ത് ദ ഡൊമിനിയൻസ് ടു ലെജിസ്ലേറ്റ് ഫോർ ദ റെസ്പെക്റ്റീവ് ടെറിട്ടറീസ് ടിൽ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻസ് വെയർ ഡ്രാഫ്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ്. എന്താ പറയുന്നത്? പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യും അതുപോലെ തന്നെ എൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ഈ പറയുന്ന ആ ടെറിട്ടറീസിൽ, ഡൊമിനിയൻസിലുള്ള എല്ലാ അധികാരങ്ങളും, എല്ലാ ലെജിസ്ലേഷൻ, ഭരണപരമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ആരിൽ നിക്ഷിപ്തമാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, അതുകൂടാതെ അടുത്തതായിട്ട് നോ ആക്ട് ഓഫ് ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്ഡ് ആഫ്റ്റർ ഓഗസ്റ്റ് 15, 1947 വാസ് ടു എക്സ്റ്റെൻഡ് ടു എയ്തർ ഓഫ് ദ ന്യൂ ഡൊമിനിയൻസ് അൺലെസ് ഇറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ദെയർ ബൈ എ ലോ ഓഫ് ദ ലെജിസ്ലേച്ചർ ഓഫ് ദ ഡൊമിനിയൻ. എന്താ പറയുന്നത്? 1947 ഓഗസ്റ്റ് 15 ശേഷം ഇനി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ആക്ടും ആർക്ക് ബാധകമല്ല? ഈ പറയുന്ന രണ്ട് ഡൊമിനിയൻസിനും ബാധകമല്ല. അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും ബാധകമല്ല. ഏതുവരേക്കും ബാധകമല്ല? അതായത് ആ ഡൊമിനിയൻ ലെജിസ്ലേച്ചർ, അതായത് നിയമനിർമ്മാണ സഭ എന്ത് ചെയ്യണം? എന്തെങ്കിലും നിയമം കൊണ്ടുവന്ന് അമെൻഡ് ചെയ്യാതെ ഒരു കാരണവശാലും ഇനി അടുത്തതായിട്ട് 47 ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ആക്റ്റും ആർക്കും ഈ പറയുന്ന ഡൊമിനിയൻസിന് ബാധകമല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇറ്റ് അബോളിഷ്ഡ് ദ ഓഫീസ് ഓഫ് ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആൻഡ് ട്രാൻസ്ഫേർഡ് ഹിസ് ഫങ്ഷൻസ് ടു ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ദ കോമൺവെൽത്ത് അഫയേഴ്സ്. നിലവിൽ എന്താ പറയുന്നത്? കോമൺവെൽത്ത് അഫയേഴ്സിലെ ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുടെ എന്നൊരു ആ ഒരു ഓഫീസ് തന്നെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന ഓഫീസിനെ മെയിനായിട്ട് നമ്മൾ കോമൺവെൽത്ത് അഫയേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കോമൺവെൽത്ത് ഒരു അസോസിയേഷൻ ഓഫ് കോമൺവെൽത്ത് രൂപീകരിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്ന രീതിയിൽ ഒരു കോമൺവെൽത്ത് രൂപീകരിക്കുന്നുണ്ട്. ബ്രിട്ടൻ്റെ ആ മുൻ കോളനികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കോമൺവെൽത്ത് രൂപീകരിക്കുന്നുണ്ട്. ആ കോമൺവെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുള്ള അഫയേഴ്സിനായിട്ട് ആരിനെ ഉപയോഗപ്പെടുത്തുന്നു? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ ഉപയോഗപ്പെടുത്തി. അടുത്തതായിട്ട് ഇറ്റ് പ്രൊക്ലെയിംഡ് ദ ലാപ്സ് ഓഫ് ബ്രിട്ടീഷ് പാരമൗണ്ടസി ഓവർ ദ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് ട്രീറ്റി റിലേഷൻസ് വിത്ത് ട്രൈബൽ ഏരിയാസ് ഫ്രം ഓഗസ്റ്റ് 15, 1947. എന്താ പറയുന്നത്? 1947 ഓഗസ്റ്റ് 15 ശേഷം ഈ പറയുന്ന ബ്രിട്ടീഷ് പാരമൗണ്ടസി, ബ്രിട്ടീഷ് പരമാധികാരം ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് മേലുള്ള, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ മേലുള്ള ബ്രിട്ടീഷ് പരമാധികാരം എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ ഒരു ട്രീറ്റി റിലേഷൻസ് വിത്ത് ട്രൈബൽ ഏരിയാസ് അഥവാ ഗോത്രമേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റീസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ലാപ്സായി മാറുന്നുണ്ട്. ട്രീറ്റീസ് എല്ലാം ഇല്ലാതാവുന്നുണ്ട്. ഓക്കെ, ഈ നിയമത്തിന് ശേഷം അടുത്തതായിട്ട് ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ ഗവേണൻസ് ഓഫ് ഈച്ച് ഓഫ് ദ ഡൊമിനിയൻസ് ആൻഡ് ദ പ്രൊവിൻസസ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ടിൽ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻസ് വെയർ ഫ്രെയിംഡ്. The dominions were however authorized to make modification in the act. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഈ പറയുന്ന ഡൊമിനിയൻസിലെ ഗവേണൻസ് എല്ലാം നടക്കുന്നത് ഏത് നിയമപ്രകാരമായിരിക്കും? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 പ്രകാരമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡൊമിനിയൻസിന് എപ്പോൾ വേണമെങ്കിലും ഈ ആക്ടിൽ മോഡിഫിക്കേഷൻ നടത്താവുന്നതാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് ഡിപ്രൈവ്ഡ് ദ ബ്രിട്ടീഷ് മൊണാർക്ക് ഓഫ് ഹിസ് റൈറ്റ് ടു വീറ്റോ ബിൽസ് ഓർ ആസ്ക് ഫോർ റിസർവേഷൻ ഓഫ് സർട്ടൻ ബിൽസ് ഫോർ ഹിസ് അപ്രൂവൽ. But this right was reserved for the Governor General. The Governor General would have full power to assent to any bill in the name of His Majesty. എന്താ പറയുന്നത്? ഇതിൽ പ്രകാരം ബ്രിട്ടീഷ് മൊണാർക്കിന് ഒരു അധികാരമുണ്ടായിരുന്നു. അതായത് ബില്ലുകളെ, ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകൾ, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലുകൾക്ക് വീറ്റോ ചെയ്യാനുള്ള അധികാരം ബ്രിട്ടീഷ് പാർലമെൻറ്റിനുണ്ട്, ബ്രിട്ടീഷ് മൊണാർക്കിനുണ്ടായിരുന്നു, ബ്രിട്ടീഷ് രാജഭരണത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് അത് എടുത്തു കളഞ്ഞു ഈ നിയമപ്രകാരം. അതുപോലെ തന്നെ ആ അധികാരം ആർക്ക് കൊടുത്തു? ഗവർണർ ജനറലിന് കൊടുത്തു. ഓക്കെ, അടുത്തതായിട്ട് ഡെസിഗ്നേറ്റഡ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് ദ പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ്. ഒക്കെ നോമിനൽ ഹെഡ് ആയിരിക്കും. അതുപോലെ തന്നെ ദേ വെയർ മെയ്ഡ് ടു ആക്ട് ഓഫ് ദ അഡ്വൈസ് ഓഫ് ദ റെസ്പെക്റ്റീവ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ഓൾ മാറ്റേഴ്സ്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഗവർണർ ജനറലിന് ഈ പറയുന്ന സ്വതന്ത്രമായിട്ടുള്ള അധികാരം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഗവർണർ ജനറലിന് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ രാഷ്ട്രപതിക്ക് അങ്ങനെയാണ്, നോമിനൽ ഹെഡാണ് അല്ലേ? ആ രാഷ്ട്രപതി പ്രധാനമായി രാഷ്ട്രപതി എല്ലാം പ്രവർത്തിക്കുന്നത് ആരുടെ അഡ്വൈസാണ്? നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ക്യാബിനറ്റിൻ്റെയും അഡ്വൈസ് പ്രകാരമാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഗവർണർ ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഗവർണർ ജനറൽ ആരുടെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്? റെസ്പെക്റ്റീവ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്ന കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഡ്രോപ്പ് ദ ടൈറ്റിൽ ഓഫ് എംപറർ ഓഫ് ഇന്ത്യ ഫ്രം ദ റോയൽ ടൈറ്റിൽസ് ഓഫ് ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ എംപറർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിൽസ് എല്ലാം ഇത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഡിസ്കണ്ടിന്യൂഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ്
to civil services and reservation of post by the Secretary of State for India, the numbers of the civil service appointed before August 15, 1947 would continue to enjoy all benefits they were entitled to till that time. ഓക്കെ, അതുപോലെ തന്നെ ഈ സിവിൽ സർവീസിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ഇന്ത്യയുടെ ഫംഗ്ഷൻസിനായിട്ട് സിവിൽ സർവീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നിർത്തലാക്കുന്നുണ്ട്. ആ ഒരു സംവിധാനം കൊണ്ടുവരുന്നുണ്ട്, നിർത്തലാക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് ഓഫ് 15 August 1947, the British rule came to end and power was transferred to two new independent dominions of India and Pakistan. Lord Mountbatten became the first Governor General of the new dominion of India, and he swore in Jawaharlal Nehru as the Prime Minister of independent India. The Constituent Assembly of India formed 1946 became the Parliament of the Indian Dominion. എന്താ പറയുന്നത്, ഇത് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, മിഡ് നൈറ്റ് 14th 15 ആൻഡ് മിഡ് നൈറ്റിന് ഒക്കെ ഇന്ത്യ 15th മിഡ് നൈറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഓഗസ്റ്റ് 1947 ഇന്ത്യ എന്ത് ചെയ്യുന്നത്, സ്വതന്ത്രമാകുന്നുണ്ട്. അതുപോലെ തന്നെ ലോർഡ് മൗണ്ട് ബാറ്റൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണർ ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് ലോർഡ് മൗണ്ട് ബാറ്റനെ. എന്നാൽ പ്രധാനമന്ത്രിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്, ജവഹർലാൽ നെഹ്റുവിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് പാർലമെൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, ആ പറയുന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി 1946 രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയാണ് പാർലമെൻറ്റായിട്ട് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇൻട്രിം ഗവൺമെൻറ് ഓഫ് 1946. അത് പറഞ്ഞാൽ നമ്മൾ രണ്ട് മന്ത്രിസഭകൾ, അതായത് 1946 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി രൂപീകരിക്കുന്നതോടുകൂടി തന്നെ ഒരു ഇടക്കാല മന്ത്രിസഭ, അതായത് ഒരു ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിനായിട്ട് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നുണ്ട്, ഒരു ഇൻട്രിം ഗവൺമെൻറ് രൂപീകരിക്കുന്നുണ്ട്, ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുന്നുണ്ട്. ആ ഗവൺമെൻറ്റിലെ അംഗങ്ങൾ ആരെല്ലാം എന്ന് അറിയണം. അതുപോലെ തന്നെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു ഫസ്റ്റ് ക്യാബിനറ്റ് രൂപീകരിക്കുന്നുണ്ട്. ഒരു ഫ്രീ ഇന്ത്യയിൽ, ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റ് രൂപീകരിക്കുന്നുണ്ട്. അതിൽ അംഗങ്ങൾ ആരാണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിലാദ്യമായിട്ട് ഇൻട്രിം ഗവൺമെൻറ് 1946 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യയിലെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിൽ ജവഹർലാൽ നെഹ്റു ആണ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ദി കൗൺസിലായിട്ട്, അതായത് നമ്മളുടെ വൈസ്രോയി ആണ് പ്രസിഡൻ്റ് ആയിരിക്കുക. അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റ് ആയിട്ട് കൗൺസിലിലെ വൈസ് പ്രസിഡൻ്റ് ആയിട്ട് ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ തന്നെ കോമൺവെൽത്ത് റിലേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം നിർവഹിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലാണ് ഹോം, അതായത് ആഭ്യന്തരം, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എല്ലാം സർദാർ വല്ലഭായ് പട്ടേലാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ മന്ത്രിയായിട്ട് മിനിസ്റ്ററായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ജോൺ മത്തായി ആണ് അതിൽ ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസിൽ ജോൺ മത്തായി. അതുപോലെ തന്നെ ജഗ്ജീവൻ റാമാണ് ലേബർ. അടുത്തതായിട്ട് ഡിഫൻസ് സർദാർ ബൽദേവ് സിംഗ് ആണ് ഡിഫൻസായിട്ട്, അതായത് പ്രതിരോധ മന്ത്രിയായിട്ട് സർദാർ ബൽദേവ് സിംഗ്. അതുപോലെ തന്നെ CH ഭാബയാണ് വർക്ക്സ്, മൈൻസ്, പവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് CH ഭാബ. അതുപോലെ തന്നെ ലിയാഖത്ത് അലി ഖാനാണ് ഫിനാൻസ് മന്ത്രിയായിട്ട് ലിയാഖത്ത് അലി ഖാനാണ്. അതുപോലെ തന്നെ അബ്ദുർ റബ് നഷ്ടാറാണ് പോസ്റ്റ് ആൻഡ് എയർ. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇൻട്രിം ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ പാകിസ്ഥാൻ എന്ന ഡൊമിനിയൻ കൂടി ഉൾക്കൊണ്ടിട്ടുണ്ട്. ഓക്കെ, അത് പാകിസ്ഥാനും അതുപോലെ തന്നെ ഇന്ത്യ എന്ന ബന്ധത്തിൽ രണ്ട് ഡൊമിനിയനായിട്ട് മാറുന്നത് 1947 ശേഷമാണ്. അപ്പോൾ അതിൽ 1947 ശേഷമുള്ള ഫ്രീ ക്യാബിനറ്റിലാണ് ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള മാത്രമേ അതിൽ അംഗങ്ങളായിട്ടുള്ളൂ. പക്ഷേ ഇതിലെല്ലാം പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളും ഈ മന്ത്രിസഭയിൽ അംഗമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കാം. അതിൽ അസഫ് അലി എന്ന് പറയുന്ന റെയിൽവേ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ C രാജഗോപാലാചാരി എഡ്യൂക്കേഷൻ ആൻഡ് ആർട്സ് മിനിസ്റ്ററായിട്ട് ഇൻട്രിം ഗവൺമെൻറ്റിലെ എഡ്യൂക്കേഷൻ ആൻഡ് ആർട്സ് മിനിസ്റ്ററാണ് ശ്രീ രാജഗോപാലാചാരി. അടുത്തതായിട്ട് ഇറ്റ് ഗ്രാൻഡഡ് ഫ്രീഡം ടു ദ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഏതർ ടു ജോയിൻ ദ ഡൊമിനിയൻ ഓഫ് ഇന്ത്യ ഓർ ഡൊമിനിയൻ ഓഫ് പാകിസ്ഥാൻ ഓർ ടു റിമെയിൻ ഇൻഡിപെൻഡൻറ്റ്. ഇത് പ്രകാരം എന്താ പറയുന്നത്, ഈ പറയുന്ന ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇന്ത്യയുമായിട്ട് ചേരാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് തന്നെ നിലനിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്ക് കൊടുക്കുന്നു, ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചണ്ഡീഗർ കൊമേഴ്സ് അഥവാ വാണിജ്യത്തിൻ്റെ മന്ത്രിയാണ് ചണ്ഡീഗർ. അതുപോലെ തന്നെ ഗസ്നഫർ അലി ഖാൻ എന്ന് പറയുന്നത് ഹെൽത്ത് മിനിസ്റ്ററാണ് ഗസ്നഫർ അലി ഖാൻ. അതുപോലെ തന്നെ ജോഗീന്ദർനാഥ് മണ്ഡലാണ് ലോ മിനിസ്റ്ററായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്തതായിട്ട് ഇൻട്രിം ഗവൺമെൻറ് അല്ലാതെ ഫസ്റ്റ് ക്യാബിനറ്റിൽ ഫ്രീ ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റിലെ മിനിസ്റ്റേഴ്സ് ആയിരിക്കാൻ പോർട്ട്ഫോളിയോസ് ആർക്കെല്ലാമാണെന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ജവഹർലാൽ നെഹ്റുവാണ് പ്രൈം മിനിസ്റ്റർ. അതുപോലെ എല്ലാവർക്കും അറിയാം എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ തന്നെ കോമൺവെൽത്ത് റിലേഷൻസും സയൻറ്റിഫിക് റിസർച്ചും ആർക്കാണ്, ജവഹർലാൽ നെഹ്റുവിനാണ്. ഓക്കെ,
അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലാണ് ഹോം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. കഴിഞ്ഞ ആ ഇൻട്രീം ഗവൺമെൻറ്റിൻ്റെ ആദ്യ പോർട്ട്ഫോളിയോസ് തന്നെയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്. ഓക്കെ, ഹോം ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദിന് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ മിനിസ്റ്ററായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ മൗലാന അബ്ദുൽ കലാം ആസാദാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതുപോലെ തന്നെ ആദ്യത്തെ റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് ജോൺ മത്തായി. ഓക്കെ, റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ജോൺ മത്തായി. അതുപോലെ തന്നെ ഷൺമുഖൻ ചെട്ടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഷൺമുഖൻ ചെട്ടി. അതുപോലെ തന്നെ ബി ആർ അംബേദ്കറാണ് ലോ മിനിസ്റ്റർ. ജഗ്ജീവൻ റാം ലേബർ മിനിസ്റ്റർ. അതുപോലെ തന്നെ ബൽദേവ് സിംഗ് ആണ് ഡിഫൻസ്. അതുപോലെ അടുത്തതായിട്ട് രാജ്കുമാരി അമൃത് കൗറാണ് ഹെൽത്ത് മിനിസ്റ്ററാണ് രാജ്കുമാരി അമൃത് കൗർ. അതുപോലെ തന്നെ CH ബാബ കൊമേഴ്സ്. അതുപോലെ തന്നെ റാഹി അഹമ്മദ് കിദ്വായ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഒന്ന് ആവർത്തിച്ച് പഠിക്കുക. ഓക്കെ, അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഓടിച്ച് നോക്കുന്നേ ഉള്ളൂ. അതുപോലെ എല്ലാതും റിവിഷനായിട്ട് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിയാണ് ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് ആയിട്ട് മിനിസ്റ്ററായിട്ട് ശ്യാം പ്രസാദ് മുഖർജി. അതുപോലെ തന്നെ VN ഗാഡ്ഗിലാണ് വർക്ക്സ് മൈൻസ് പവേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റും അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഇൻട്രീം ഗവൺമെൻറ്, അതുപോലെ തന്നെ ഫസ്റ്റ് ക്യാബിനറ്റിൽ ഫ്രീ ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റിലെ അംഗങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പഠിച്ച് ഓർത്തിരിക്കുക. ഓക്കെ, ഇതെല്ലാം ഒരു റിവിഷനായിട്ട് എടുക്കുക. കൃത്യമായിട്ട് ഒരുപാട് വിശദീകരിച്ചൊന്നും ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, എങ്കിൽ തന്നെയും ഇതൊരു റിവിഷനായിട്ട് എടുത്ത് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.